ദോഹ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര ചലച്ചിത്രമേളയായ ദോഹ ഫിലിം ഫെസ്റ്റിവലിന്റെ സമ്പൂർണ്ണ ഷെഡ്യൂൾ പുറത്തിറക്കി. മേളയുടെ ആദ്യ പതിപ്പാണ് ഇത്തവണത്തേത്. ലോകത്തുടനീളമുള്ള 100ഓളം ചിത്രങ്ങൾ ഫെസ്റ്റിവലിൽ പ്രദർശിപ്പിക്കും. നവംബർ 20 മുതൽ 28 വരെ നടക്കുന്ന ഫെസ്റ്റിവലിൽ 62 രാഷ്ട്രങ്ങളിൽ നിന്നുള്ള 97 ചിത്രങ്ങളാണ് പ്രദർശിപ്പിക്കുക. മത്സര വിഭാഗത്തിൽ വിജയിക്കുന്ന ചിത്രങ്ങൾക്കായി ആകെ $3 ലക്ഷം സമ്മാന തുകയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഫീച്ചർ ഫിലിം, ഷോർട്ട് ഫിലിം തുടങ്ങി 4 വിഭാഗങ്ങളിലാണ് മത്സരം നടക്കുക. തുനീഷ്യൻ സംവിധായിക കൗസർ ബിൻ ഹാനിയയുടെ ദ വോയിസ് ഓഫ് ഹിന്ദ് റജബാണ് ഉദ്ഘാടന ചിത്രം. മധ്യേഷ്യയിൽ നിന്നും വടക്കൻ ആഫ്രിക്കയിൽ നിന്നുമാണ് കൂടുതൽ സിനിമകളുള്ളത്. ദോഹ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ചരിത്രത്തിലെ നാഴികക്കല്ലാകും മേളയെന്ന് ഫെസ്റ്റിവൽ ഡയറക്ടർ ഫാത്തിമ ഹസൻ അൽ റമേഹി പറഞ്ഞു. Well, this festival creates a bigger space for the industry to participate. So, for example, in Ajyal, we focused on youth, community and filmmakers. Here, we're branching out to international industry to come to Doha, discover what we do, discover the Arab region also through us. വരും വർഷങ്ങളിൽ ഇന്ത്യയിൽ നിന്നടക്കമുള്ള ചിത്രങ്ങൾ ഉണ്ടാകുമെന്നും അവർ കൂട്ടിച്ചേർത്തു. But definitely the Indian community is very important, and we've done many things in the past, even in Sanaya we've done things. So for us it's very important, and we do program a lot year round. So definitely I will take this as a point to keep in mind in the future. സ്റ്റീവൻ സോഡർബർഗ്, റാമി യൂസുഫ്, ജാസിമൽ നബ്ഹാൻ, ഹാസൽ കയ തുടങ്ങിയ വിഖ്യാതരായ കലാകാരന്മാർ ഫെസ്റ്റിവലിനെത്തും. മേളയുടെ ഭാഗമായി മ്യൂസിക് ഫെസ്റ്റിവലും സംവാദവും അരങ്ങേറും. കത്താറ കൾച്ചറൽ വില്ലേജ് അടക്കം ദോഹയിലെ വിവിധ സ്ഥലങ്ങളിലാണ് ഫെസ്റ്റിവൽ വേദികൾ. ലോകത്തുടനീളമുള്ള പലതരം കാഴ്ചകളുടെയും അനുഭവങ്ങളുടെയും വാതിൽ തുറക്കുന്നത് കൂടിയായിരിക്കും ഈ ഫെസ്റ്റിവൽ. ദോഹയിൽ നിന്ന് അബ്ബാസ് മുഹമ്മദ്, മീഡിയ 1.